ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്ന ഒരു പെണ്ണാണത്. കർബല യുദ്ധ ചരിത്രത്തിന്റെ നായകൻ യസീദ്, പ്രവാചക കുടുംബത്തിലെ മഹാനായ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിനെ വിഷം കൊടുത്തു കൊല്ലാൻ കാരണക്കാരനായ അവൻ കണ്ടുവച്ചത് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ കല്യാണം കഴിച്ച പെൺകുട്ടി ഉമ്മുൽ ഹക്കീമിനെയാണ്. ആ ഉമ്മുൽ ഹക്കീമിന്റെ ചരിത്രത്തിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ആരോരുമില്ലാത്ത ഒരു പെൺകുട്ടി ഈത്തപ്പനത്തോട്ടത്തിൽ വെച്ച് കിട്ടിയത്. ഈത്തപ്പനത്തോട്ടത്തിൽ ഒരു കുഞ്ഞിനെ കിട്ടിയത് കൊണ്ട് അതൊരു വ്യഭിചാരത്തിന്റെ കുഞ്ഞാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഒരു വ്യഭിചരിക്കപ്പെട്ട കുട്ടിയാണ്, അല്ലെങ്കിൽ മാതാപിതാക്കൾ ചിലപ്പോ കഴിവില്ലാത്തത് കൊണ്ട് കൊണ്ടിട്ടാലോ. റളിയല്ലാഹുവിന്റെ വരുന്ന വഴിയിൽ ഒരു കുഞ്ഞിനെ കൊണ്ടിട്ടിട്ട് റളിയല്ലാഹുവിനെ പോറ്റട്ടെ, പോറ്റുന്നവർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടിട്ടാലോ. പഴയ കാലഘട്ടത്തിൽ പ്രസവിച്ച ഉമ്മ മാത്രമല്ല മുല കൊടുക്കുക. മുല കൊടുക്കാൻ പൈസക്കാരുണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് മുല കൊടുക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുല കൊടുത്തില്ലേ? ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ ഇളയപ്പയല്ലേ? പക്ഷെ ഇളയപ്പ എന്നതിലപ്പുറത്ത് റസൂലുള്ളാഹിന്റെ സഹോദരനാണ് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു. മുലകൊടി ബന്ധത്തിൽ ഒരേ ഉമ്മാന്റെ മുല കുടിച്ചതാ രണ്ടാളും, ഒരു പെണ്ണിന്റെ. അപ്പോ ഹംസ റളിയല്ലാഹു അൻഹുവിന് അങ്ങനെ ഒരു ബന്ധമുണ്ട് റസൂലുള്ളാഹിയായിട്ട്. വെറും ഇളയപ്പ മാത്രമല്ല, സഹോദരൻ കൂടിയാണ്, കളിക്കൂട്ടുകാരനാണ്, ഒന്നിച്ച് കളിച്ച ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ പല ബന്ധങ്ങളും ഹംസ റളിയല്ലാഹു അൻഹുവിനുണ്ട്. അപ്പൊ പോയ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോ കഷ്ടപ്പാടിന്റെ പ്രതീക്ഷയിലേക്ക് ഒരു മനുഷ്യൻ കൂപ്പുകുത്തുമ്പോ തന്റെ മക്കളെങ്കിലും ആരെങ്കിലും എടുത്തുകൊണ്ടുപോയി രക്ഷപ്പെടുത്തട്ടെ എന്ന് കണക്ക് കൂട്ടിയിട്ട് ചെയ്യാറുണ്ട് ചില ആൾക്കാർ. അല്ലാണ്ട് എല്ലാ കുട്ടികളും വ്യഭിചാരത്തിന്റെ കുട്ടികളാണോ എന്നോ അങ്ങനെ ഒരു സംഭവം നാട്ടിൽ നടന്നത് കൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നീതിമാനായ ഭരണാധികാരിയാവൂല എന്നൊന്നുമില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ നീതിമാനായ ഭരണാധികാരിയാണ്. ആ നീതിമാനായ ഭരണാധികാരി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ ഒരു രാജാവിനുമില്ലാത്ത, ഒരു ചക്രവർത്തിക്കുമില്ലാത്ത, ഒരു ഭരണാധികാരിക്കുമില്ലാത്ത ഏറ്റവും വലിയ ഗുണങ്ങൾ അനുഭവിച്ച മഹാനായ മനുഷ്യനാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്നത് കൊണ്ട് ആ രാജ്യത്ത് പല സംഭവങ്ങളും നടന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ അങ്ങനെയാണ് കാണുന്നത്. ഉമ്മുൽ ഹക്കീമിന് പിതാവാരാണെന്നും അറിയില്ല, മാതാവാരാണെന്നും അറിയില്ല. പിതാവും മാതാവും ആ കുഞ്ഞിനെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പോകുന്ന വഴിയിൽ കൊണ്ടുവച്ചതാണെങ്കിലോ, റളിയല്ലാഹുവിനെ പോയിട്ട് പടച്ചവന്റെ നിയോഗം അങ്ങനെയാണെങ്കിലോ, അള്ളാഹുവിന്റെ നിയോഗം, പടച്ചവന്റെ നിയോഗം അങ്ങനെയാണ്. അള്ളാഹുവിന്റെ നിയോഗത്തിന് ബദൽ പ്രഖ്യാപിക്കാൻ പടച്ചോനെ അള്ളാഹുവിനെ തടുക്കാൻ ഒരു ശക്തിക്കുമാവില്ല. അള്ളാഹു കൊടുക്കാൻ തീരുമാനിച്ചാൽ ആ കൊടുക്കണ്ട എന്ന് പറയാനോ, അള്ളാഹു തടുക്കാൻ തീരുമാനിച്ചാൽ അത് കൊടുക്കണമെന്ന് പറയാനോ ഒരു ശക്തിക്കുമാവില്ല, ഒരു പ്രവാചകനുമാവില്ല. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്ലീസിനോട് പറഞ്ഞൊരു വാക്കാണത്. തന്റെ പ്രിയപ്പെട്ട മക്കൾ കാറ്റിലും കോളിലും വീട് തകർന്ന് മരിച്ചു കിടക്കുന്ന കാഴ്ച കണ്ടപ്പോ ഇബ്ലീസ് വന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞല്ലോ, നിങ്ങൾ അള്ളാഹിന്റെ നബിയാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അള്ളാഹുവിന്റെ പ്രവാചകനായി നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ റൂഹ് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റിയില്ല? അള്ളാഹുവിന്റെ പ്രവാചകനായി നിങ്ങൾക്ക് ദുആ ചെയ്തുകൂടായിരുന്നു? നിങ്ങളുടെ മക്കളെ റൂഹ് രക്ഷപ്പെടുത്താൻ അത് അങ്ങനെ നിങ്ങൾ രക്ഷപ്പെടുത്തിക്കൂടെ? ഈ ശക്തമായ കാറ്റും പടിയും ഡമസ്കസ് പട്ടണത്തിൽ അടിച്ചു വീശിയപ്പോൾ നിങ്ങളുടെ മക്കളല്ലാതെ ഈ നാട്ടിൽ ഒരു കുഞ്ഞും മരിച്ചില്ലല്ലോ എന്ന് മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇബ്ലീസ് മനുഷ്യന്റെ കോലത്തിൽ വന്ന് ചോദിച്ചപ്പോൾ ആ നാവിൽ നിന്ന് പടച്ചോന്റെ പൊരുത്തമില്ലാത്തൊരു വാക്ക് കിട്ടുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വന്ന ഇബ്ലീസിന് ചുട്ട മറുപടിയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നൽകിയത്. അള്ളാഹുവിന്റെ ഖലാഇനെ തടുക്കാൻ എനിക്ക് പറ്റൂലടാ. എന്റെ മക്കളെ കൊണ്ടുപോകാൻ അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ തടുത്തു വെക്കാൻ ഒരു പ്രവാചകനും അവകാശമില്ല. പടച്ചവന്റെ അവകാശത്തിൽ കൈകടത്താൻ ഒരു ശക്തിക്കുമാവില്ല. മക്കളുടെ റൂഹ് പോയിട്ട് അയ്യൂബ് എന്ന പ്രവാചകന്റെ റൂഹ് രക്ഷപ്പെടുത്താൻ പോലും അയ്യൂബ് നബിക്ക് പറ്റില്ലെന്ന് ഇബ്ലീസിന് വായടപ്പം മറുപടി കൊടുത്ത മഹാനായ പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോ പടച്ചവന്റെ ഖലാഇ അങ്ങനെയാണ്. ഉമ്മുൽ ഹക്കീം എന്ന പെൺകുട്ടിയെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വഴിവക്കിലാണ് കിട്ടുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു മാതാപിതാക്കൾ അറിയാത്തൊരു കുഞ്ഞവിടെ വരുന്നു എന്നതുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം നീതിയില്ലാത്ത ഭരണമാകണില്ല. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയപ്പോ 1947 ആഗസ്റ്റ് 15 16 ചർച്ച അല്ലെ 15 എന്ന് നമ്മൾ പറയുന്നത് അർദ്ധരാത്രിയാണ്. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ലോകത്തോട് മഹാത്മജി പ്രഖ്യാപിച്ച് ഞാൻ ഖലീഫ ഉമറിന്റെ ഭരണം ഈ നാട്ടിൽ ആഗ്രഹിക്കുന്നു. വെറുതെ പറഞ്ഞൊന്നല്ല മഹാത്മജി, അങ്ങനെ ഒന്ന് തട്ടിവിട്ടൊന്നുമല്ല, ഒരു വായടപ്പം മറുപടി പറഞ്ഞു വിട്ടൊന്നുമല്ല മഹാത്മജി. ചരിത്രത്തെ കൃത്യമായി പഠിച്ച ഒരു മഹാമനുഷ്യനാണ് ഇന്ത്യയുടെ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജി. എല്ലാവരെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്. ഹിറ്റ്ലറും മുസോളിനിയും അടക്കം ലോകത്തെ അടക്കി വാണ എല്ലാവരെ കുറിച്ചും മഹാത്മജി കൃത്യമായി പഠിച്ചു. എന്നിട്ട് തന്നെയാണ് പറഞ്ഞത് ഇന്ത്യക്ക് ഉമർ ഇബ്നു ഖത്താബിന്റെ ഭരണം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീതിക്ക് നീതിയാണ്.
ആ ഉമർ റളിയല്ലാഹുവിനെ ഭരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അലി റളിയല്ലാഹുവിനെ കുട്ടിയെടുക്കാൻ ആദ്യം മടിച്ചത്. കാരണം കട്ടു എന്ന് പറഞ്ഞാൽ എന്റെ കൈവെട്ടും എന്ന് കൃത്യമായി അറിയുന്നത് കൊണ്ട്. പക്ഷേ അസ്രംസ്കാരം കഥ ആകുമെന്ന് കണ്ടപ്പെടുത്ത് കൊണ്ടുപോയി. എന്നിട്ട് ഉമർ റളിയല്ലാഹു എൻ്റെ സദസ്സിൽ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അതാണ് ഇസ്ലാമിക ചരിത്രം. ഇസ്ലാമിക ചരിത്രത്തിലെ വിശകലനങ്ങളെ നമ്മൾ കൂടുതൽ എടുത്തറിയാൻ ശ്രമിച്ചാൽ അനർഘമാണ് കഥകൾ. എനിക്ക് എൻ്റെ സദസ്സിനോട് പറയാനുള്ളത്, ഒരു കഥാപ്രസംഗം കേൾക്കുക എന്നത് മാത്രമാകരുത് നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളും ചരിത്രം പഠിക്കണം. കഥാപ്രസംഗം നിങ്ങൾ തുടങ്ങണ്ട, പക്ഷെ ചരിത്രം നിങ്ങൾ പഠിക്കണം. അല്ല സാർ, കഥാപ്രസംഗം അങ്ങനെ തുടങ്ങണമെന്നില്ല, കാരണം അത് പിന്നെ നമ്മൾ ഇറങ്ങാറാവില്ല. പക്ഷെ ചരിത്രം നിങ്ങൾ പഠിക്കണം. ചരിത്രങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ചരിത്രങ്ങൾ പഠിക്കുമ്പോഴാണ് കൂടുതൽ അറിയാൻ നമുക്ക് താല്പര്യമാണ്. നമ്മളൊന്നും വായിക്കാത്തതുകൊണ്ടാണ്. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ കൽബിലേക്ക് ഒരുപാട് കാര്യങ്ങൾ കയറി വരും. ഇസ്ലാമിക ചരിത്രം അങ്ങനെയാണ്. നെല്ലും പതിരും തിരിച്ചറിഞ്ഞ ഒരു സത്യമാണ് ഇസ്ലാമിക ചരിത്രങ്ങൾ. അത് പഠിക്കാത്തത് കൊണ്ടാണ് ഇസ്ലാമിക ചരിത്രത്തെക്കുറിച്ച് വികലമാക്കി പലയാളും പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് നന്മ പഠിക്കാനും നന്മ പറയാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല. ഇത് സമാപനത്തിൻ്റെ വേളയായതുകൊണ്ട് കസാല കുറച്ചും കൂടി ഒഴിവുള്ളതുകൊണ്ട് അത് ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. ഇനിയിപ്പോൾ ഈ മുമ്പിൽ ഇങ്ങനെ വെറുതെ കസാല ഇട്ട് വെക്കലൊരു മോശമാണ്. കാരണം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കഷണ്ടിക്കാരൻ്റെ തല പോലെ ഉണ്ട്. ഫ്രണ്ട് ഒഴിവായിട്ട് അങ്ങനെ ഫ്രണ്ട് ഒഴിവാക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി ഒരിക്കൽ പറഞ്ഞു എന്നാ, നീ മരിക്കൂ, ഇപ്പം അടുത്ത് മരിക്കൂ. ഒരു മനുഷ്യനോട് റസൂലുള്ള പറഞ്ഞ എന്താ കഥ? നീ മണിക്കൂറുകൾക്കുള്ളിൽ മരിക്കും എന്ന് ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി ഷഫീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മൂപ്പര് റസൂലുള്ളാഹിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആ മണിക്കൂറുകൾക്കുള്ളിൽ ഞാൻ ചെയ്യേണ്ട ഏറ്റവും നല്ല സൽക്കർമ്മം എന്താ? നോമ്പ് നോക്കണോ, നിസ്കരിക്കണോ, കുടുംബത്തിലേക്ക് പോകണോ, ഉള്ള മുതലെടുത്ത് സദഖ കൊടുക്കണോ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറഞ്ഞു, ദീന് പഠിക്കുന്ന സദസ്സിന്റെ ഏറ്റവും മുന്നിൽ പോയിരിക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ അതാണ് നിനക്ക് ഏറ്റവും നല്ലത് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സദസ്സിന്റെ മുൻപിലാണ്. ഒന്നാം സഫിന്റെ ബർക്കത്ത് രണ്ടാം സഫിന് കിട്ടൂല. അപ്പൊ സദസ്സിന്റെ മുന്നിലാണ് പടച്ചോൻ ഏറ്റവും നല്ല ബർക്കത്ത്. എന്നിട്ട് ആ മനുഷ്യൻ റസൂലുള്ളാഹിന്റെ മുന്നിൽ തന്നെ ഇരുന്നു അവിടെ വെച്ചോട്ടെ. ദീന് പഠിക്കാൻ റസൂലുള്ളാഹിന്റെ മുന്നിലേക്കാൾ ഏറ്റവും നല്ല വേദി ഏതുമില്ലല്ലോ, അവിടെ തന്നെ ഇരുന്നു ഏറ്റവും മുന്നിൽ പോയിട്ട് ആ മനുഷ്യൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുഹദ്റത്തിൽ. അതുകൊണ്ട് ഈ മുമ്പിലിരിക്കുന്ന കസാര ഒന്ന് നിറക്കണം. ബാക്കിലുള്ളവരെ എന്നിട്ട് മുമ്പിൽ ഇരുന്നാൽ മതി. ഒന്ന് മുമ്പിൽ വന്നിരുന്ന എല്ലാവരും ഒന്ന് എഴുന്നേറ്റോ. നോക്ക്, ബാക്കിൽ അങ്ങനെ മടിച്ചു കൂടല്ല. ഒന്ന് എല്ലാവരും കൂടിയിട്ട് ബാക്കിലുള്ളവർ വന്ന് മുമ്പിലിരിക്കുക, അതിന് ബാക്ക് ഒഴിവാക്കി കൊടുക്കുക. അതാണ് ഏറ്റവും നല്ലത്. സദസ്സിന്റെ മുന്നിലിരിക്കുന്ന ബർക്കത്ത് നിങ്ങൾക്ക് ഏതായാലും ഇരിക്കുന്ന ലൈറ്റത്തിരിക്കുക. പിന്നെ ഇങ്ങോട്ടിരിക്കാൻ അവിടെ എന്തോ വിഷമമുണ്ടെങ്കിലോ കസേര എടുത്താൽ മാറ്റിയാലും മതി. ശ്വാസം നിറഞ്ഞ് കാണട്ടെ. എല്ലാവരും ശ്വാസത്തിലേക്ക് ഇരിക്കുക. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പടച്ചോൻ ഉസൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്ന ഒരു വേദിയായത്. ഞാൻ ഇന്നലെ പറഞ്ഞു, തമാശകൾക്കൊരു സ്കോപ്പും ഇല്ലാത്ത ഒരു സംഭവമാണ് ഇനി പറയാൻ പോണത്. നമുക്ക് വേണ്ടി നമുക്ക് മുന്നേ ജീവിച്ചു പോയവർ ഇന്നിവിടെ തങ്ങൾ വരുമല്ലോ, മുഖ്താർ തങ്ങൾ. ആ തങ്ങളുടെ പിതൃപരമ്പരയാണ് ഇന്ന് നമ്മൾ പറയേണ്ടത്. തങ്ങന്മാർക്കൊരു പ്രത്യേകത ഉണ്ട്. നമ്മളെ രക്തവും തങ്ങളെ രക്തവും ഒന്ന് നോക്കിയാൽ മതി. നമ്മൾ ചിലപ്പോൾ ഗ്രൂപ്പെല്ലാം ഒന്നായിരിക്കും, എ പോസിറ്റീവും ബി പോസിറ്റീവും എ നെഗറ്റീവിലും ഉണ്ടാവും. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞത്. തങ്ങളെ കുടുംബത്തിൽപ്പെട്ട മനുഷ്യന്മാരും നമ്മളും കൂടി ഒന്ന് രക്തം ഒന്ന് ചെയ്തു, അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അത് മാത്രം രക്തം ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മതി. കാരണം മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു കേരളത്തിലേക്ക് വന്നപ്പോൾ ഇവിടെ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ. അന്ന് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിച്ച് ഇവിടെ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത നമ്മുടെ പൂർവികര് അവരെ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ, നമ്മളൊരു 5-10 തലമുറക്ക് അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ തലമുറയുടെ അപ്പുറം ഉപ്പാപ്പ് ഉണ്ടാകാൻ ചിലപ്പോൾ ഏതെങ്കിലും നാരായണനോ ഗോരനോ അങ്ങനെയുള്ള അമുസ്ലിം സഹോദരങ്ങളാണ്. ആ രക്തത്തിലൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞത്. പക്ഷേ തങ്ങന്മാരുടെ രക്തം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്തം. ആ രക്തം ഇങ്ങനെ താപിയായിട്ട് ഇങ്ങനെ വന്നതാ ഇങ്ങോട്ട്. അതിലൊരൊറ്റ ഒരു കുഫ്രിയത്തിന്റെ രക്തവും കലർന്നിട്ടൊന്നുമില്ല. അപ്പൊ അതാണ് തങ്ങന്മാർ ഏറ്റവും വലിയ പ്രത്യേകത. ആ പരമ്പര അങ്ങോട്ട് എടുത്താൽ നേരെ മുട്ടും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ പരമ്പര ഇങ്ങനെ എടുത്താൽ നേരെ മുട്ടും. അവിടത്തേക്ക് ഞാൻ പറയുന്നില്ല.
അതുകൊണ്ട് അങ്ങനെയുള്ള തങ്ങന്മാരെ കഥയാണ് നമുക്കിന്ന് പറഞ്ഞു തീർക്കാനുള്ളത്. റളിയല്ലാഹുവിന്റെ കുടുംബത്തിൻ്റെയും ഇൻഷാ അല്ലാഹ് അള്ളാഹു അവരുടെ പൊരുത്തം കൊണ്ട് സ്വർഗ്ഗലോകം നമുക്ക് നൽകുമാറാകട്ടെ. അവരുടെ ഗുണം കൊണ്ട് നമുക്ക് അള്ളാഹു ജീവിതം ഗുണത്തിലാക്കി തരുമാറാകട്ടെ. ആ മഹത്തുക്കളുടെ റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട ചോര മക്കൾ കർബല യുദ്ധത്തിൽ ഷഹീദായി പോയ ആ പിഞ്ചു മക്കളുടെ അനുഗ്രഹം കൊണ്ട് അള്ളാഹു അവരെ കാണാൻ സ്വർഗ്ഗലോകത്ത് നമ്മൾ എത്തിച്ചു തരുമാറാകട്ടെ. എല്ലാ കാര്യങ്ങളിലും പടച്ചോന്റെ റസൂലുള്ളാഹിന്റെ കുടുംബത്തിന്റെ ബർക്കത്ത് നമുക്ക് നൽകുമാറാകട്ടെ. അവരെ സ്നേഹിക്കാനും അവരെ സേവിക്കാനും അവരുടെ കാര്യങ്ങളിൽ മുഹബ്ബത്ത് വെക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുശ്വരമായ ഒരു മദ്ഹ് ഗാനത്തോടെ ഇസ്ലാമിക ലോകത്ത് സംഭവിച്ച വേദനയുടെ ഒരു കഥയുടെ അവസാന ഭാഗം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ത്വാഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ ത്വാഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ തൈബ പദയിൻ ജീവേ തൗഹീദൊളി നിലാവേ ത്വയ്ബ പദയിൻ ജീവേ തൗഹീദൊളി നിലാവേ അർശിനും കുർസിനും അധിപതിയുടെയോന്റെ ഹസനത്ത് ഉലകത്തിൽ ഉരൈത്ത പൂവേ അർശിനും കുർസിനും അധിപതിയുടെയോന്റെ ഹസനത്ത് ഉലകത്തിൽ ഉരൈത്ത പൂവേ ത്വാഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ ത്വാഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ രാജാധിരാജനിൽ മുനാജാത്ത് നടത്തിയോരെ തഹിയത്ത് ഏകിയുള്ള തിരുദൂതരേ രാജാധിരാജനിൽ മുനാജാത്ത് നടത്തിയോരെ തഹിയത്ത് ഏകിയുള്ള തിരുദൂതരേ ഫാത്തിഹയിൽ തുടങ്ങി മുഅവ്വിദത്തൈനി വരെ ഖുർആനെ കൊണ്ടുവന്ന മഹമൂദരേ ഫാത്തിഹയിൽ തുടങ്ങി മുഅവ്വിദത്തൈനി വരെ ഖുർആനെ കൊണ്ടുവന്ന മഹമൂദരേ റഹ്മത്തും ബർക്കത്തും നിഅമത്തും ഹിദായത്തും ശുജാഅത്തും കനിഞ്ഞുള്ള ഗുരുദൂതരേ റഹ്മത്തും ബർക്കത്തും നിഅമത്തും ഹിദായത്തും ശുജാഅത്തും കനിഞ്ഞുള്ള ഗുരുദൂതരേ ത്വാഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ ത്വാഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ നാളെയാ മഹ്ശറയിൽ ശഫാഅത്ത് അരുളുവോരെ നസീഹത്ത് നൽകിയുള്ള നബിയുള്ളാഹേ നാളെയാ മഹ്ശറയിൽ ശഫാഅത്ത് അരുളുവോരെ നസീഹത്ത് നൽകിയുള്ള നബിയുള്ളാഹേ ഹാഷിമിയിൽ തിളങ്ങി അഖിലാണ്ടങ്ങൾ വിളങ്ങി റഫീഖുൽ അഅല കണ്ട മുബശിറരേ ഹാഷിമിയിൽ തിളങ്ങി അഖിലാണ്ടങ്ങൾ വിളങ്ങി റഫീഖുൽ അഅല കണ്ട മുബശിറരേ വിലായത്തും കറാമത്തും ഫസീലത്തും ഫാദിലത്തും ഉലകത്തിൽ അടുപ്പിച്ച ശറഫായോരേ വിലായത്തും കറാമത്തും ഫസീലത്തും ഫാദിലത്തും ഉലകത്തിൽ അടുപ്പിച്ച ശറഫായോരേ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ ത്വാഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ ത്വയ്ബ പദയിൻ ജീവേ
ത്വഹീദൊളി നിലാവേ ത്വയ്ബ പതിൻ ജീവേ തൗഹീദൊളി നിലാവേ അർശിനും കുർസിനും അധിപതിയുടെയോന്റെ ഹസനത്ത് ഉലകത്തിൽ ഉരൈത്ത പൂവേ അർശിനും കുർസിനും അധിപതിയുടെയോന്റെ ഹസനത്ത് ഉലകത്തിൽ ഉരൈത്ത പൂവേ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ അല്ലാഹുവിലേക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട് ലോകാനുഗ്രഹിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം ഈ വിശുദ്ധ സലാത്ത് മഹാനായ റസൂലുള്ളാഹിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇന്നലെ വെച്ച കഥയുടെ ബാക്കി ഭാഗം നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് പറഞ്ഞു തീർക്കാം. ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. മുസ്ലിം റളിയല്ലാഹു അൻഹും ഹസ്രത്ത് ഹാനി റളിയല്ലാഹു അൻഹും നൊമാൻ ഇബ്നു ബഷീറിന്റെ കോട്ടയുടെ മേലെയാണുള്ളത്. താഴ്ഭാഗത്തുകൂടെ നടന്നു വരുന്ന 5000-ഓളം വരുന്ന പടയാളികളെ നോക്കിയിട്ട് നിങ്ങൾ അക്രമം കാണിക്കേണ്ട, ഇവരെ ഞങ്ങൾ വിട്ടുതരും എന്ന് നൊമാൻ ഇബ്നു ബഷീർ പറയുമ്പോൾ ബാക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രുദ്ധനായി നടക്കുന്ന ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിന്റെ വാള് കൈപ്പിടിയിൽ ഒതുങ്ങിക്കിഴിഞ്ഞിരുന്നു. കൂഫക്കാർ 5000-ഓളം വരുന്നവർ കോട്ടയ്ക്ക് മുന്നിൽ എത്തി എന്ന് കൃത്യമായി അറിയുന്ന ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് അവരെ തന്നെ സൂക്ഷിച്ചു നോക്കുന്ന നൊമാൻ ഇബ്നു ബഷീറും അതുപോലെ തന്നെ മുസ്ലിം റളിയല്ലാഹു അൻഹുവും ഹസ്രത്ത് ഹാനി റളിയല്ലാഹു അൻഹു അവർ കാണുന്നില്ല പിന്നിൽ നിൽക്കുന്ന ഉബൈദിന്റെ കുതന്ത്രങ്ങളെ. ഞൊടിയിടയിൽ അവൻ വാൾ ഉയർത്തി കഴിഞ്ഞിരുന്നു. മഹാനായ മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ തലക്ക് ആദ്യത്തെ വെട്ട്, രണ്ടാമത്തെ വെട്ട് ഹസ്രത്ത് ഹാനിയുടെ തലക്ക്. തിരിച്ചും മറിച്ചും ഓരോ വെട്ട് കൊടുത്ത തലവൻ തള്ളി താഴെ കിട്ടപ്പോ 5000-ഓളം വരുന്ന പടയാളികളുടെ മുന്നിലേക്ക് ആ രണ്ട് തലകൾ കനിഞ്ഞു പെരുകി കഥ കേട്ടുണരൂ കരയേണ്ടയാരും കനിവാർന്ന തലകൾ അറിഞ്ഞു പിന്നെ ഉടൽ വേറെയായി പിരിഞ്ഞു കണ്ണീർ ചാലായി കവിളിലൊഴുകി കഥനങ്ങളേറെ കനിഞ്ഞു പെരുകി കഥ കേട്ടുണരൂ കരയേണ്ടയാരും കനിവാർന്ന തലകൾ അറിഞ്ഞു പിന്നെ ഉടൽ വേറെയായി പിരിഞ്ഞു. ആ രണ്ട് മനുഷ്യന്മാരുടെ തല, മഹാന്മാരായ രണ്ടുപേരുടെ തല വെട്ടി അവർ താഴെ കിട്ടും. 5000-ഓളം വരുന്ന പട്ടാളക്കാര് കാണുന്ന ഒരു കാഴ്ചണ്ട്. ആരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അവര് കച്ചകെട്ടി ഇറങ്ങിയിട്ട് വന്നത്. ആ രക്ഷപ്പെടുത്തേണ്ടവരുടെ രണ്ടുപേരുടെ തലകളും മുറിഞ്ഞ് താഴേക്ക് വന്നിരിക്കുന്നു. ചോര പുരണ്ട വാൾ ചോര തെറിപ്പിച്ചുകൊണ്ട് ഉറയിലേക്ക് തിരിച്ചിട്ട് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് കോട്ടയ്ക്ക് മേലിൽ നിന്ന് പൊട്ടിച്ചിരിക്കുമ്പോ 5000-ഓളം വരുന്ന പടയാളികൾ ചേതനയേറ്റ രണ്ട് തലകൾ കണ്ട് വിങ്ങിപ്പൊട്ടി കരഞ്ഞുപോയി. ഒരാളും ഒരു വിരലനക്കിയില്ല. ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് അതിന്റെ മേലെ നിന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു, നോക്ക്, നിങ്ങൾ ആരെങ്കിലും അക്രമത്തിന് മുതിർന്നാൽ ഇത് നിങ്ങളുടെ അവസാന ഗതിയായിരിക്കും. ആ രണ്ട് തലകൾ നിങ്ങൾക്കൊരു പാഠമാണ്, അതുകൊണ്ട് തിരിച്ചു പോയിക്കൊള്ളുക. പക്ഷെ പോകുന്നതിനും ഒരു കാര്യം കൂടി നിങ്ങളോട് ഞാൻ പറയട്ടെ. മുസ്ലിം കൊല്ലപ്പെട്ടിരിക്കുന്നു, രക്ഷ കൊടുത്ത ഹാനിയും കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ രണ്ട് മക്കളെ കൊണ്ടാണ് മുസ്ലിം വന്നത്. ആ രണ്ട് മക്കൾ എവിടെയാണോ പിടിച്ചുകൊണ്ട് തരുന്നവന് 1000 ദീനാർ സമ്മാനം നൽകുമെന്ന് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ രണ്ട് മക്കളെ കിട്ടുന്ന കൊണ്ടുതരുന്നക്ക് 1000 ദീനാർ സമ്മാനം തരും. ഈ സമയത്ത് ഈ രണ്ട് മക്കളും ഉള്ളത് ശരീക്കവിന്റെ അവയുടെ കൂടെയാണ്. അയാൾക്ക് കാര്യങ്ങൾ കൃത്യമായി അറിയാം. അയാൾ പെട്ടെന്ന് ഈ രണ്ട് മക്കളെ അരികത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ പിതാവിനെ കൊന്നുകളഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ഉപ്പാനെ മാത്രമല്ല, രക്ഷ കൊടുത്ത എന്റെ പ്രിയപ്പെട്ട സഹോദരനെയും അവർ വെട്ടിക്കൊന്നു. ഇനി അടുത്ത ലക്ഷ്യം ചിലപ്പോൾ നിങ്ങളായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, അതിവേഗം ഇവിടെ പോയിക്കൊള്ളണം. ഒരടിമയെ വിളിച്ചിട്ട് അവനെ ഏൽപ്പിച്ചു, എടാ നീ ഇങ്ങോട്ട് വാ, ഈ രണ്ട് മക്കളെ നീ മക്കത്തേക്കോ മദീനത്തേക്കോ എവിടേക്കെങ്കിലും പോകുന്ന കച്ചവട സംഘത്തെ കണ്ടുപിടിച്ച് അവരുടെ കൂടെ വിട്. ഈ നാട്ടിൽ നിന്ന് ആ കുട്ടികൾ പുറത്തേക്ക് പോയാൽ അവർ രക്ഷപ്പെടും, അങ്ങനെ വിട്ടേക്കുന്നു. ഈ രണ്ട് മക്കളുടെ കയ്യും പിടിച്ചിട്ട് ഈ അടിമ
വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഡമസ്കസിന്റെ ഊടുവഴികളിലൂടെ അവൻ മുന്നോട്ട് പോകാൻ കുട്ടികളെ ഏതെങ്കിലും കച്ചവട സംഘത്തിന്റെ കൂടെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ഇവനെന്നെ തോന്നി, അച്ചോനെ ഞാൻ ഈ കുട്ടികളെയും കൊണ്ട് പോണ കണ്ടാൽ ഉബൈദില്ലാഹ് അത് അറിഞ്ഞാൽ കുട്ടികളെ കാര്യം മാത്രമല്ല എന്റെ തലയും പോകും. അത് കൃത്യമായി അറിയണ ഈ അടിമ ഈ മക്കളെ അരികത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഈ വഴി കണ്ടോ നിങ്ങൾ, ഈ വഴിയിലൂടെ അതിവേഗം പോയാൽ മതി, മക്കത്തേക്ക് വന്ന് ഒരു കച്ചവട സംഘം പോയിട്ടുണ്ട്, അവരുടെ കൂടെ രക്ഷപ്പെടാൻ നോക്കിക്കൊണ്ടോണ്ട് ഈ രണ്ട് മക്കളെ പറഞ്ഞു വിട്ടു. ആ രണ്ട് മക്കൾ അതിവേഗം ഓടാൻ തുടങ്ങി. 14 ലംഘി മറിഞ്ഞു മുഖം തെളിവേകിടും കഞ്ചകമൊഞ്ചിലും മുഹമ്മദും ഇബ്രാഹിമേ പാത്തിടും കാളീശ്വരിക്കിന്റെ വൈത്തിലെ പൊളിപൊടെ അഹമ്മദ് നബിയുടെ കുലമതി പൊളിപൊടെ ഓഹയിലെ കുസുവവുമേ 14 കമറോളി പോലെ ലംഘി മറിഞ്ഞു മുഖം തെളിവേകിടും കഞ്ചകമൊഞ്ചിലും മുഹമ്മദും ഇബ്രാഹിമേ പാത്തിടും കാളീശ്വരിക്കിന്റെ വൈത്തിലെ പൊളിപൊടെ അഹമ്മദ് നബിയുടെ കുലമതി പൊളിപൊടെ ഓഹയിലെ കുസുവവുമേ. ആ രണ്ട് മക്കളും അതിവേഗം ഓടാൻ തുടങ്ങി. പക്ഷെ ആ കുട്ടികൾക്ക് മക്കത്തേക്ക് പോകുന്നയോ മക്കത്തേക്കെന്നല്ല ഒരു നാട്ടിലേക്ക് പോകുന്ന കച്ചവട സംഘത്തെയും കാണാൻ പറ്റിയില്ല. അങ്ങനെ ഓടി 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 തളർന്നു. കൂഫ നഗരത്തിന്റെ അതിർത്തിയിൽ തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് വഴിതെറ്റി. അവരെത്തിയത് ഒരു കാട്ടിലാണ്. കാട്ടിലെത്തിയപ്പോൾ വഴി ഏതെന്നറിയാതെ കുട്ടികൾ കുടുങ്ങി. അവർ വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ കാണുന്നത് ശക്തമായി ഒഴുകുന്ന വെള്ളം ഒഴുകുന്ന ഒരു തോടാണ്. ആ തോട്ടിലിറങ്ങി അപ്പുറത്ത് കിടക്കാൻ കുട്ടികൾക്ക് പേടിയാണ്. ആ തോടിൻ്റെ അടുത്തൊരു മരമുണ്ട്. മരത്തിന്റെ മേലെ കുട്ടികൾ വലിഞ്ഞു കയറി രാത്രിയാകുക. ഈ മരത്തിന്റെ മേലെ മുഹമ്മദും ഇബ്രാഹിമും എന്ന് പറയുന്ന 9, 11 വയസ്സ് പ്രായമുള്ള കുട്ടികൾ കെട്ടിപ്പിടിച്ചിട്ട് ഇരുന്നു. ഒരു രാത്രി മുഴുവൻ ആ മക്കൾ കരഞ്ഞ് തളർന്നിട്ട് അവിടെ ഇരുന്നു ആ മരത്തിന്റെ മേലെ. പിറ്റേന്ന് രാവിലെ ആ മരത്തിന്റെ താഴ്ഭാഗത്തു കൂടെ ഒഴുകുന്ന തോട്ടിൽ വെള്ളമെടുക്കാൻ ഒരു അടിമ സ്ത്രീ വന്നു, ഒരു പാത്രം എടുത്തിട്ട്. ആ പെണ്ണ് വെള്ളത്തിലേക്ക് പാത്രം അങ്ങനെ മുക്കാൻ നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. 2 കുട്ടികളുടെ നിഴല് വെള്ളത്തിൽ. പാത്രം കയ്യെ പിടിച്ച് അവൾ മേലോട്ട് നോക്കി മരത്തിന്റെ മേലേക്ക്. മരത്തിന്റെ മേലേക്ക് നോക്കുമ്പോൾ 2 മക്കൾ അവിടെ ഇരിക്കുക, 2 കുഞ്ഞുങ്ങൾ അവിടെ ഇരിക്കാം. മക്കളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ എങ്ങനെ കാട്ടിലെത്തി, ഇറങ്ങി വാ. ഈ മക്കൾ ഇറങ്ങണില്ല. അവൾ ഒരുപാട് നിർബന്ധിച്ചു, മക്കളിങ്ങോട്ട് വാ, പ്രശ്നമാക്കണ്ട, ഇറങ്ങി വാ, ഇറങ്ങി വാ എന്ന് പറഞ്ഞു. ഒരുപാട് പറഞ്ഞപ്പോ ഈ 2 മക്കൾ പേടിച്ചിട്ട് താഴേക്ക് ഇറങ്ങി. മക്കളുടെ ആ അരണ്ട മുഖം കണ്ടപ്പോ ഉമ്മ ചോദിച്ചു, ഈ പെണ്ണ് ചോദിച്ചു, അല്ല മക്കളെ നിങ്ങളെ കണ്ടിട്ട് നല്ല കുടുംബത്തിൽ ജനിച്ച മക്കളാണെന്ന് തോന്നല്ലോ, എങ്ങനെ ഇവിടെ എത്തി? 2 മക്കളും വിറങ്ങലിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ 2 പേരും മക്കത്ത് നിന്ന് വന്നവരാ. ഞങ്ങളുടെ ഉപ്പ മുസ്ലിമിനെ ഇന്നലെ കൊന്നു കഴിഞ്ഞു. അത് പറഞ്ഞപ്പോ ആ കഥ കൃത്യമായി അറിയുന്ന ഈ പെണ്ണ് 2 മക്കളുടെ കയ്യും പിടിച്ച് ഓടിക്കളഞ്ഞു. വെള്ളത്തിന് കൊണ്ടുവന്ന പാത്രം അവിടെ വെച്ചിട്ട് കുട്ടികളെയും കൊണ്ട് അങ്ങോട്ട് ഓടിപ്പോയിട്ട് യജമാനത്തിന്റെ അടുക്കലെത്തി. ഈ അടിമ സ്ത്രീയുടെ യജമാനത്തിയുടെ പേര് തൂവ എന്നാണ്. തൂഅ എന്ന പേരുള്ള അടിമ സ്ത്രീ ആ യജമാനത്തിന്റെ അടുക്കൽ ഈ 2 മക്കളെ കൊണ്ടുപോയിട്ട് വിട്ടിട്ട് പറഞ്ഞു, തൂവേ ഇത് 2 മുസ്ലിം റളിയല്ലാഹുവിന്റെ മക്കളാണ്, ഇത് 2 ആ കുട്ടികളാണ്, ഇവരുടെ ഉപ്പാനെയാണ് ഇന്നലെ കൊന്നത്. ഇത് കേട്ടപ്പോ ആ തളർന്നു പോയ മക്കൾ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഓടി ഓടി തളർന്ന ഒരു പച്ചവെള്ളം പോലും കുടിക്കാൻ കഴിയാണ്ട് തളർന്ന അവശരായ 2 പിഞ്ചു പൈതങ്ങൾ അവരെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് ആ പെണ്ണ് പറഞ്ഞു, മക്കളെ നിങ്ങളൊന്നും കൊണ്ട് പേടിക്കണ്ട, എനിക്ക് മക്കളില്ല, നിങ്ങൾ വേണമെങ്കിൽ എന്നെ ഉമ്മാന്ന് വിളിച്ചോ. അകത്ത് കൊണ്ടുപോയി ഒരു മുറിക്കകത്ത് കൊണ്ടുപോയി ഇരുത്തി. എന്നിട്ട് ഭക്ഷണവും വെള്ളവും ഒക്കെ ആ മക്കൾക്ക് കൊടുത്തു. വിശപ്പും ദാഹവും കൊണ്ട് കഠിനമായി ബുദ്ധിമുട്ട് 2 പിഞ്ചു പൈതങ്ങൾ ആ പെണ്ണുങ്ങൾ കൊടുത്ത ഭക്ഷണവും വെള്ളമൊക്കെ കുടിച്ച് എന്നിട്ട് ആ പാവം മക്കൾ വീട്ടിന്റെ അകത്തിരുന്നു. വല്ലാത്ത പേടിയാണ് കുട്ടികൾക്ക്. ആ പെണ്ണുങ്ങളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി സൂക്ഷിച്ചിട്ട് പെണ്ണുങ്ങള് പുഞ്ചിരിച്ചോണ്ട് പറഞ്ഞു, മക്കൾ വിഷമിക്കണ്ട, മക്കളെ ഉമ്മാനെ പോലെ തന്നെയാ ഞാൻ, എന്നൊന്നും ഉമ്മാന്ന് വിളിക്കോ നിങ്ങള്, എനിക്ക് മക്കളില്ലാത്തോണ്ടാ. ആ മക്കൾ അറിയാതെ വിളിച്ചുപോയി, ഉമ്മ ഞങ്ങൾക്കൊരു ഉമ്മയുണ്ട് മക്കയിൽ, ആ മക്കയിൽ ഉമ്മേനെ ഞങ്ങൾക്കൊന്ന് കാണണമായിരുന്നു. ഉമ്മ 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 പൊന്നുമ്മ തേൻചിരിയുമായി ഇങ്ങ് വാ ഉമ്മ, ഉമ്മ 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 എന്നുമ്മ തേൻചിരിയുമായി ഇങ്ങ് വാ ഉമ്മ. മാരിവില്ലിൻ
മാല താ പൂനിലാവ് കൊണ്ട് താ മാറിവില്ലിൻ മാല താ പൂനിലാവ് കൊണ്ട് താ ഓല പീപ്പി കെട്ടിത്താ മധു പാട്ട് പാടിത്താ ഉമ്മ 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 എന്നുമ്മ തേച്ചിരിയുമായി വാ ഉമ്മ 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 എന്നുമ്മ തേച്ചിരിയുമായി വാ ഉമ്മ. അത്തുവ എന്ന പെണ്ണ് മക്കളെ അരികിൽ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുത്ത് സുഖമായിട്ട് ഇരുത്തിയിട്ട് പറഞ്ഞു, മക്കൾ ബേജാറാവണ്ട, ഇന്നിപ്പോ എന്നാലും പോണ്ട, നാളെ പോകാന്ന് പറഞ്ഞു. നാളെ ഞാൻ സമയവും സന്ദർഭമൊക്കെ നോക്കിയിട്ട് മക്കളെ വിടുന്നുണ്ട് എന്ന് പറഞ്ഞു. ഈ രണ്ട് മക്കൾക്ക് ആശ്വാസമായി. ആ മക്കളെ അകത്ത് കൂട്ടുമ്പോ തൂവക്ക് ഒരു കാര്യം ശരിക്കറിയാം, അവളുടെ ഭർത്താവിനെ തീരെ നമ്പാൻ പറ്റൂല. മഹാഹംകാണ്, കള്ളുകുടി എന്ന് പറഞ്ഞ ലോകപരിചയ അവൻ. അപ്പൊ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിന്റെ പ്രസംഗം കേൾക്കുന്ന കൂട്ടത്തിൽ ഈ ഹംക്കുണ്ട്, കള്ളുകുടിയൻ. ഇവൻ അന്നപ്പം ചിന്തിച്ചെന്ന ആ മക്കളെ എങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ 1000 ഉറുപ്പ്യ കിട്ടും, ഇരുന്ന് കുടിക്കാം. ഒരേ കുടി. ഇപ്പൊ കുടി നിർത്തി പൊടിയാക്കിയ ടീമുണ്ട് നമ്മളെ കൂട്ടത്തില്. മുമ്പൊക്കെ കുടിയന്മാര് എന്നാ പറയല്, ഇപ്പൊ എന്താ പറയല്, പൊടിയന്മാര്. കുടി നിർത്തിയിട്ട് പൊടി അങ്ങനെ. പണ്ട് ഒരു പരിപാടിക്ക് പോയപ്പോ ഒരു ഓപ്പറേറ്റർ, ഇയാളല്ലേ വെറുതെ പിന്നെ ഒന്നുമില്ല, ഒരു ഓപ്പറേറ്റർ ഇങ്ങനെ തോണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുന്നു. കണ്ടിട്ടില്ല, ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് പെണ്ണുങ്ങളെ സ്കാർപ്പായി മടക്കുമ്പോൾ മടക്കി വെക്കാം. എന്നിട്ട് ഓനോട് ഞാൻ ചോദിച്ചു, നീ എന്ത് ഇത് വെക്കുന്നു? അപ്പൊ ഓൻ പറഞ്ഞു, ഇതാണ് ഉസ്താദെ, അലിഫ് കൊണ്ട് നാവിൽ മധു ചുരുട്ടിയോനേ. അതിന്റെ പേര് മധു എന്നാ. മധു, പിന്നെന്താ ഹൻസ്, ഇനി ഒരു ജോസഫും കൂടി ഉണ്ടായാൽ മതി, എന്നാ മതസൗഹാർദ്ദകരമായ പാക്കറ്റാവും അല്ലേ? മധുവായി ഹൻസുവായില്ലേ? ഹൻസില്ലൂടെ ഉണ്ടാവും. സത്യം ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, ഈ പാക്കറ്റ് ഉപയോഗിക്കുന്ന നമ്മുടെ കൗമ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ജില്ലയിലാണ്. ഒരു വല്ലാത്തൊരവസ്ഥയാണത്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മൾ ഒരുപാട് ക്യാമ്പയിനും ഒരുപാട് പ്രകടനങ്ങളൊക്കെ നടത്തി ഈ സാധനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടും നമ്മുടെ സമൂഹം അത് വലിങ്ങനെ അംഗീകരിച്ചിട്ടില്ല. എത്ര പണ്ട് മനോരമ പത്രത്തിൽ ഫ്രണ്ട് പേജിലൊരു ഫോട്ടോ വന്നു, ഒരു ചങ്ങായി ബ്രഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുത്തിയിട്ട് ഇപ്പുറത്തോട്ട് വരുന്നു, ബ്രഷ് ഇപ്പുറത്തോട്ട് ഇറങ്ങി വന്നു. എന്നിട്ട് അങ്ങനെ തന്നെ ഫോട്ടോ കാണിച്ചു. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഈ ഹലാക്കിൻ്റെ സാധനം ഇവിടെ വെച്ചിട്ടാണ്. ഇങ്ങനെ വെച്ചിട്ട് അവിടെ തുരുമ്പിച്ച് ക്യാൻസർ പിടിച്ചു പോയി. ഇങ്ങനെ വെക്കുന്നവന് ക്യാൻസർ അള്ളാഹു കൊടുക്കുമാറാകട്ടെ. കാരണം അത് ഹറാമാണ്, ചെയ്യാൻ പാടില്ല എന്ന് അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഹറാമാണ്. ചരിത്രത്തിലെല്ലാം പണ്ഡിതന്മാരും പറഞ്ഞു കൊടുത്തു, പല പറയുന്ന ഉസ്താദന്മാരും പറഞ്ഞു കൊടുത്തു, എല്ലാവരും ഉപദേശിച്ചു കൊടുത്തിട്ട് ആ ഉപദേശങ്ങൾ പാടധിക്കരിച്ചുകൊണ്ട് വീണ്ടും അല്ലാഹുവിന്റെ പ്രവാചകന്റെ വിശുദ്ധമായ വചനങ്ങൾ എതിർത്തുകൊണ്ട് വീണ്ടും അതിങ്ങനെ ചവക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഓന് അള്ളാഹു കൊടുക്കുന്ന മാരകരോഗം കൊടുക്കാൻ വേണ്ടത്. എന്നാലേ ഓൻ അറിയോ റസൂലുള്ളാഹിന്റെ വാക്കുകൾ എതിർത്തുകൊണ്ട് നടക്കുന്ന വൃത്തികെട്ടവന്മാർ അറിയണമെങ്കിൽ അത് അനുഭവിച്ച് തീരുവൻ. എത്ര പറഞ്ഞു കൊടുത്ത് അറിയാഞ്ഞിട്ടൊന്നല്ലോ, പറഞ്ഞു കൊടുക്കാഞ്ഞിട്ടുമല്ല, അറിയാഞ്ഞിട്ടുമല്ല, എല്ലാം അറിയാം. എന്നിട്ടും അത് ഉപയോഗിക്കുക എന്നതാണ് അത് ഒരു ലഹരിയാണ്, ഒരു ഭാഷയാണ്. ജനങ്ങൾ കള്ളു കുടിക്കുക, ഇമാതിരി തെമ്മാടിത്തരം നടത്തുക, മറ്റേത് ഭാര്യ കയറ്റുക, ചാവുക, സ്ഥലം മാറ്റി വെക്കുന്നവനല്ലേ ഉണ്ട്. വെച്ചിട്ട് പിന്നെ ആടെ ഒരു രസം കെട്ടായിട്ട് ഇപ്പുറം വെക്കുന്നവനുണ്ട്, ആടെ വെച്ചിട്ട് ഇപ്പുറം ബായി മൊത്തം കഴിഞ്ഞാൽ പിന്നെ എവിടെയാ വെക്കുക? പിന്നെ മൂക്കില അവസാനം ഒരു മൂക്ക് പഞ്ഞിയും ഇത് ചുറ്റിയൊക്കെ ഉണ്ട്, പഞ്ഞി അടക്കം. ഇത് എവിടെയാ വെക്കുക? ഉള്ള ഹോൾസെയിൽ ഇത് വരി വെക്കാൻ പറ്റുമോ? ഉഷാറ് കിട്ടിട്ട് വിചാരിച്ചിട്ട് അല്ലാഹു കാത്ത് രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. സഹോദരന്മാരെ, ഒരു കഷ്ണം ബ്ലേഡ് പൊട്ടിച്ചിട്ട് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്, എന്നിട്ട് അതിന്റെ കൂടെ പാൻ പരാഗിട്, ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് രാത്രി ഇട്ടിട്ട് രാവിലെ എടുത്ത് നോക്ക്. 12 മണിക്കൂർ കൊണ്ട് ആ ബ്ലേഡ് തുരുമ്പിക്കുന്ന ആ ബ്ലേഡ് പുതിയ ബ്ലേഡ് മുറിച്ചിട്ടാൽ മതി. തുരുമ്പുള്ള ബ്ലേഡ് ഇട്ടാൽ പിന്നെ അത് നല്ലോണം വേഗം തുരുമ്പിക്കുന്നത്. എന്നിട്ട് എന്തേ രാത്രി വെച്ചിട്ട് രാവിലേക്ക് നമ്മളെ കവള് തുരുമ്പിക്കാത്ത കുറെ കയ്യുമാണല്ലോ തുരുമ്പിക്കുന്നത്.
അവിടെയും നിങ്ങൾ പടച്ചോനെ സ്തുതിക്കണോ വെക്കുന്നവൻ, അവിടെ നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കും. നിങ്ങളുടെ ശരീരത്തിന് പടച്ചോൻ നൽകിയ അനുഗ്രഹമായ പ്രതിരോധ ശക്തി നിലവിലുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഈ രോഗം പിടിക്കാത്തത്. അല്ലെങ്കിൽ രാത്രി വെച്ചിട്ട് രാവിലേക്ക് നിങ്ങൾ പിടിക്കപ്പെടും മാരകമായ ക്യാൻസർ. എന്നിട്ട് പടച്ചോൻ ഇത്രയും കാലം അവനെ നീട്ടിക്കൊടുക്കും. എന്തിന്? കുറച്ച് നിൽക്കട്ടെ ഇപ്പൊ മാറുമോ നോക്കട്ടെ. എന്നിട്ടും അലാക്കിന്റെ ഹംക്ക് മാറാണ്ടിക്കുമ്പോഴാണ് മാരകമായ രോഗം പിടിപെടുന്നത്. ഒരു ബ്ലേഡ് തുരുമ്പിക്കാൻ 12 മണിക്കൂർ മതിയെങ്കിൽ മനുഷ്യന്റെ കവിളത്തിൽ വാരി വെച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് തുരുമ്പിക്കുന്നില്ലെങ്കിലും അത്രയും മാസം നമുക്ക് രോഗം തരാത്ത പടച്ചോനെ സ്തുതിക്കുക. അൽഹംദുലില്ലാഹ്, പ്രതിരോധ ശക്തി മനുഷ്യന് നൽകിയ പടച്ചോൻ, ആ പടച്ചോനെ സ്തുതിച്ചേക്കണം. അള്ളാഹു നമ്മളെ രോഗത്തിൽ നിന്ന് കാത്ത് രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. അബ്ദുള്ള വല്ലാത്ത കുടിയനാണ്, ഭൂലോക കുടിയൻ, ശൈത്താൻ, കുടിയോട് കുടി, ഭയങ്കര കുടി, ഹംക്ക. ഒരു പെരുന്നാളിന് കുറെ ഭാര്യക്കാർ പിള്ളേർ കുടിച്ചിട്ട് ട്രെയിനിൽ കയറി. നമ്മളൊരു പരിപാടിക്ക് കോഴിക്കോടൊക്കെ ട്രെയിനിൽ പോവാ. അപ്പൊ പെരുന്നാളിന് നമ്മളെ പോകുന്നു, അടിപൊളി. നിങ്ങൾ കണ്ടില്ലേ, ഓണം, വിഷു, പെരുന്നാള് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേന്ന് പത്രം എടുത്ത് നോക്കിയാട്ടെ 8 കോടി 10 കോടി 100 കോടി കുടിച്ചു തീർത്ത്. എല്ലാരും മത്സരം. ഇപ്പൊ മത്സരാണ്, അതിന് ജാതി മത വ്യത്യാസമൊന്നുമില്ല, കുടിക്കുന്നതിന് മത്സരം. ചെറുപ്പക്കാർ കുടിച്ച് ട്രെയിനിൽ കയറിയിട്ട് പാട്ട്, ഭൂലോക പാട്ട്. സീറ്റൊന്നും ഇല്ല കേട്ടാ, നമുക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. അവസാനം എന്നെ പരിചയമുള്ള ചങ്ങായി പറഞ്ഞ് മാഷ് കുറച്ചുകൂടി ഇരുന്നോന്നാണ്. എന്നിട്ട് ഞാൻ എൻ്റെ ഹാഫ് വെച്ച്, ഹാഫ് പുറത്തും ഹാഫ് ഉള്ളിലുമായിട്ട് ഞാൻ ഇരുന്നപ്പോഴാണ് കുറെ ചെറുപ്പക്കാർ വന്നിട്ട് ട്രെയിനിന്റെ ബോഡിക്ക് മുട്ടിയിട്ട് പാട്ട്. ഏതാ പാട്ട് അറിയോ? എന്താ പാട്ടെന്നറിയോ? ഒരുത്തം പാടാൻ തുടങ്ങി. അലിമാന്റെ സുലൈമാന്റെ അലിമാന്റെ സുലൈമാന്റെ അലിമാന്റെ സുലൈമാന്റെ അലിമാന്റെ സുലൈമാന്റെ അലിമാന്റെ സുലൈമാന്റെ അലിമാന്റെ. ഞാൻ വിചാരിച്ച അലിമാന്റെ സുലൈമാന്റെ എന്തെങ്കിലും ഉണ്ടാവും. സീറ്റ് കിട്ടിയില്ല, തിരക്കാട്ടില്ല, എണീച്ച് കേൾക്കാൻ തീരുമാനിച്ചു. എണീച്ച് കേട്ട് ഒരുത്തർ അത്ര വരെ പാടി, പല്ലവി പാടിയാണ് വെച്ച്. അപ്പം വേറൊരുത്തം പറഞ്ഞു നിർത്തി ഞാൻ പാടാം. ഞാൻ വിചാരിച്ചു ഓനെങ്കോ ബാക്കി പാടുന്നു. ഓൻ തൊണ്ടയിൽ ഇറക്കി തുടങ്ങി. അലിമാന്റെ സുലൈമാന്റെ അലിമാന്റെ സുലൈമാന്റെ അലിമാന്റെ സുലൈമാന്റെ അലിമാന്റെ. സീരിയസ്ലി